നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ബെറ്റർ ഹാഫ്. എൻ്റെ പാർട്ട്ണറിന് 1000 പിറന്നാൾ ആശംസകൾ. ചിങ്ങത്തിലെ വിശാഖം ഇന്നലെ ആയിരുന്നു ഏട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഇന്നലത്തെ വീഡിയോ എനിക്ക് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത് കേട്ടോ. സാധാരണഗതിയിൽ ഏട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഏട്ടൻ അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു കേക്കോ ഒരു പായസം പോലും കട്ട് ചെയ്യുന്നത് ഏട്ടന് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരും, അത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു വർഷം ഞാൻ ബർത്ത്ഡേ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഈ ഡേറ്റാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഈ നാൾ വരുമ്പോൾ നമ്മൾ അത്രയും നോക്കിയിരിക്കത്തില്ല. അപ്പോൾ ഏട്ടൻ്റെ സർട്ടിഫിക്കറ്റിലെല്ലാം ഓഗസ്റ്റ് 28 ആണ് ഏട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് വരുന്നത്. പക്ഷേ അച്ഛനും അമ്മയും എല്ലാവരും അവരുടെ നാളാണ് നോക്കുന്നത്. അപ്പോൾ നാൾ വരുമ്പോൾ നമ്മൾ ചിലപ്പം ഓർമ്മിച്ചു എന്ന് വരില്ല. ഒരു വർഷം ഞാൻ മറന്നുപോയി കേട്ടോ. അതിനേട്ടൻ പരിഭവവും പരാതിയൊന്നുമില്ല. അതിനുശേഷം പറയും ഒട്ടും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട, അന്ന് ആഘോഷിച്ചില്ലല്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ ആഘോഷിക്കേണ്ട എന്ന് പറയും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഏട്ടനൊന്ന് മുഖം കാണിച്ചു കേട്ടോ. എന്നോട് സ്റ്റാറ്റസ് ഇടല്ലെന്ന് പറയും. സ്റ്റാറ്റസ് ഇട്ടാൽ എല്ലാവരും വിളിക്കും, ഹാപ്പി ബർത്ത്ഡേ പറയും. ഇതൊന്നും ഏട്ടന് ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. വേറൊരു ടൈപ്പ് അല്ലേ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞാൻ എങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന്. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ കല്യാണം കഴിച്ചാൽ എന്താ എന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടേക്ക് പോവുകയാണ്? തിരുപ്പതി പോവുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ തിരുപ്പതിയിൽ റൂമിലിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. പുറത്തൊക്കെ അത്യാവശ്യം നോയ്സ് ഉണ്ട്. അത് നോയ്സ് ഇല്ലാണ്ട് എനിക്ക് യാതൊരു കാരണവശാലും ഡബ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒന്ന് ക്ഷമിച്ചുകൊണ്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി എടുത്ത സന്തോഷത്തിൽ നേരെ തിരുപ്പതിയിലേക്ക് പോവുകയാണ്. എല്ലാ വർഷവും ഓണത്തിന് പോകാറുണ്ട്. ഈ വർഷം ഞാൻ 2-3 വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നേ ഉള്ളൂ. എല്ലാ വർഷവും നമ്മൾ തിരുവോണത്തിന് പോകാറുണ്ട്. തിരുവോണത്തിനാണ് പോകുന്നത്. ഉച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കിയിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ഓണമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ കരുതി അത് ഡിസംബറിലേക്ക് മാറ്റാം. ഓണം ഇപ്രാവശ്യം എന്തായാലും വീട്ടിലടിച്ച് പൊളിക്കാം. 1-ാം ഓണോ 2-ാം ഓണോ 3-ാം ഓണോ 4-ാം ഓണം എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ അതെല്ലാം കൂടി അടിച്ച് പൊളിക്കാമെന്ന് അങ്ങനെ കരുതി. ഈ തിരുപ്പതി ദർശനം ഡിസംബറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നും കരുതി കേട്ടോ. എന്തായാലും വർഷത്തിലൊരിക്കൽ അങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് വണ്ടി എടുക്കുന്ന ഒരു ഐഡിയ വന്നതും. വണ്ടി എടുത്താൽ അപ്പോൾ തന്നെ തിരുപ്പതിയിൽ പോകാൻ ഇനി എന്ത് തടസ്സമായാലും നമ്മൾ പോയിരിക്കും എന്ന് മനസ്സിൽ തീരുമാനിക്കുന്നതും വണ്ടി എടുക്കുന്നതും പിറ്റേ ദിവസം തന്നെ നമ്മൾ തിരുപ്പതിയിൽ പോകുന്നതും. എന്തായാലും അതിൻ്റെ ഒരു വലിയ സന്തോഷം മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഏട്ടൻ്റെ പിറന്നാളായ ഇന്ന് നമുക്ക് തിരുപ്പതി ഭഗവാനെ കാണാൻ പറ്റുന്നതും അതൊക്കെ ഭയങ്കര ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. ജന്മദിനത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ അമ്പലം എന്നറിയപ്പെടുന്ന ഇവിടെ നമുക്ക് വരാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വണ്ടി എന്ന് കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു ബാക്കി പ്ലാനിങ് എല്ലാം. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് കറക്റ്റ് 30-ാം തീയതി ഏട്ടൻ്റെ നാൾ വരുന്നതും. അന്ന് തന്നെ നമ്മൾ സാധാരണഗതിയിൽ എത്തുന്ന ദിവസം തന്നെ ദർശനം ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വരും. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ എത്തുന്ന ദിവസം അന്ന് ഫുൾ അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ദർശനം കഴിഞ്ഞിട്ടായിരിക്കും തിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ദർശനം വൈകുന്നേരം അല്ലെങ്കിൽ പോയിട്ട് എപ്പോഴെങ്കിലും ദർശനം കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് പോകുന്നത്. അപ്പോൾ കേക്കൊക്കെ വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം ഇന്നിപ്പോൾ ഏട്ടൻ എൻ്റെ വീഡിയോയിൽ വന്നു. മേ ബി കാറെടുത്ത സന്തോഷവും തിരുപ്പതി പോകുന്ന സന്തോഷവും എല്ലാം കൂടി കൊണ്ടിട്ടാവും. അപ്പോൾ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴേ നമുക്ക് മുതലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി ഒന്ന് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ രാവിലെ ഒരു 7 മണി സമയമാണ്. 7:30-8 മണി സമയമൊക്കെ ആയി വരുന്നുണ്ട്. ഇവിടെ എങ്ങും ബേക്കറി കാര്യങ്ങളോ ഒന്നുമില്ല, തുറന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ കേക്ക് പോലുള്ള സാധനങ്ങൾ നമുക്ക് തിരുപ്പതി മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. ആക്ച്വലി തിരുപ്പതി എന്ന് പറയുന്നത് താഴെ സ്ഥലമാണ് കേട്ടോ. തിരുപ്പതി ഒരു സിറ്റിയാണ്. അതിൻ്റെ മുകളിലാണ് തിരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. തിരുമല അല്ല കേട്ടോ, തിരുമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത്. തിരുപ്പതി ബാലാജി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം തിരുമല ആണ്. ശരിക്കും പറഞ്ഞാൽ തിരുപ്പതിയിലല്ല തിരുമലയിലാണ് ഇരിക്കുന്നത്. അത് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. തിരുപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ അത് തിരുമലയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാലും തിരുമല ഗൂഗിൾ മാപ്പ് ഇടുക, കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കാണിച്ചു തരും. നമ്മൾ ആ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ മതി. കാരണം താഴെ തിരുപ്പതിയിൽ വന്നിട്ട് നമ്മൾ തിരുമല ഒന്ന് കണ്ടുപിടിക്കാൻ, അതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാപ്പ് ഇട്ടാൽ കറക്റ്റ് നമ്മൾ അവിടെ തന്നെ എത്തും. പിന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ട്രിവാൻഡ്രത്ത് നിന്ന്
ഒരു മാക്സിമം 15 to 16 hours മതി വേറെ എങ്ങും ഇറങ്ങിയില്ല എങ്കിൽ വരാനായിട്ട്. പിന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഇന്നലെ നമ്മൾ വന്നത് കേട്ടോ. പറഞ്ഞില്ലേ, കാർ എടുത്ത് ഫസ്റ്റ് സർവീസ് കഴിയാതെ ഒരുപാട് സ്പീഡൊന്നും കൂട്ടാതെ വന്നതുകൊണ്ട് ഭയങ്കര പതുക്കെയാണ് വന്നത്. കുറച്ച് സമയം നന്നായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളൊരു സ്ഥലത്തൊക്കെ നിർത്തിയായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. റൂം എടുക്കാനായിട്ട് നിന്നില്ല, കാരണം റൂം എടുത്താൽ രണ്ടും കെട്ടൊരു പരുവായി പോകും. നമ്മളിപ്പോൾ ഒരു മേ ബി ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് റൂം എടുത്തു എന്ന് വയ്ക്കുക. റൂം എടുത്തിട്ട് വീണ്ടും അതിരാവിലെ നമ്മൾ അവിടെ നിന്ന് തിരിക്കണം. നമുക്കിവിടെ 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ റൂം അലോട്ടായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫുകൾക്ക് 9 മണിക്ക് എന്തോ ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് കഴിഞ്ഞ് നമുക്ക് ആ സമയത്താണ് എത്തുന്നതെങ്കിൽ ആ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ 6 മണിക്കോ 7 മണിക്കോ ഒക്കെ ചെന്നാൽ അങ്ങനെ കിട്ടും. അപ്പോൾ 6 മണിക്കും 7 മണിക്കും വേണമെങ്കിൽ ചെല്ലാം. പക്ഷേ നമ്മൾ ഒരു 8 മണി സമയത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് റൂം അലോട്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സമയം കണക്കാക്കിയൊക്കെ പോകുമ്പോൾ വേറെ നമ്മൾ റൂം എടുക്കുന്നത് നമുക്കതൊരു നല്ല കാര്യമല്ല. കാരണം ഒന്നും നടക്കത്തില്ല കേട്ടോ, ഉറക്കവും നടക്കത്തില്ല, നമ്മുടെ യാത്ര കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് രാവിലെ തിരിച്ചാൽ നമുക്ക് വൈകിട്ട് സുഖമായിട്ട് അവിടെ എത്താം. പക്ഷെ 11 മണി വരെ 10 മണി വരെ എന്തോ ഇതാണ് തിരുപ്പതിയിൽ നിന്ന് തിരുമല ബാലാജി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന എൻട്രൻസ്. ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, നമ്മുടെ ഫുൾ സാധനങ്ങളുമായിട്ട് ഇറങ്ങുക. എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് ഇറങ്ങുക. ഡ്രൈവറും കാറും മാത്രം വരിക. കാറ് ബോണറ്റ് ഉൾപ്പെടെ പൊക്കിയിട്ട് അവർ ചെക്ക് ചെയ്യും കേട്ടോ. നമ്മൾ നമ്മുടെ ഉള്ള ലഗേജും കാര്യങ്ങളും എല്ലാം കൊണ്ട് സ്കാനർ വഴി സ്കാൻ ചെയ്ത് നമ്മൾ എങ്ങോട്ടേക്ക് വിടും. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, വണ്ടി സാധനങ്ങൾ പാക്ക് ചെയ്ത് വീണ്ടും പോവുക. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വരിക. കേക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും മുട്ട ചേർന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. കേക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് വരാം, ഇങ്ങോട്ടേക്ക് വിടത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു പാസ് തരും. ആ പാസ്സിൽ നമ്മൾ മുകളിൽ എത്ര സമയം കൊണ്ട് എത്തണം, അതിനുള്ളിലേ എത്താവൂ, അതിന് കൂടുതലായിട്ട് എത്താൻ പാടില്ല, അതിന് ശേഷം എത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് തരും. നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്ത് എത്തത്തുള്ളൂ. പിന്നെ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. വളവും തിരിവുമായിട്ട് നമ്മളങ്ങ് മുകളിൽ പോകുമ്പോൾ കറക്റ്റ് അവരെ സ്ലിപ്പിൽ തന്ന ആ ഒരു ടൈമിലായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങി ഇത്രയും കാര്യങ്ങൾ ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു രാത്രി 10 മണി വരെ എന്തോ ആണ് വണ്ടികൾ വിടുന്നത്. ഇനിയിപ്പോൾ മാറിയോന്നറിയില്ല, കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു. അവർക്ക് എന്തോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വലിയ ലോറിയൊക്കെ പോകുന്നത് കൊണ്ട് ഈ വണ്ടികളെ ഈ സമയം വരെയും വിടൂല. 10 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ എന്തോ മറ്റുള്ള വാഹനങ്ങൾ വിടത്തില്ല, അവരെ വണ്ടികൾ മാത്രം എന്തോ വിടത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല, കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ 10 മണി സമയത്തൊക്കെ തിരുപ്പതിയിൽ എത്തുകയാണെങ്കിൽ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ റൂം എടുത്തിട്ട് വീണ്ടും പോകുന്ന കാര്യം പാടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ റൂം എടുക്കുന്നത് തിരുമലയാണ് മുകളിൽ. കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ തിരുമല. അവിടെ കുറച്ച് കാണാനും കേൾക്കാനും ഭഗവാന്റെ ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. അതുകൊണ്ട് എപ്പോഴും റൂം മുകളിൽ തന്നെയാണ്. അത് നമ്മൾ അവിടെ ചെന്നാൽ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ റൂമും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. താഴെ വേണമെങ്കിൽ റൂംസൊക്കെ കിട്ടും, പക്ഷേ മുകളിൽ ഓൺലൈനായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റൂം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയും, എല്ലാ പ്രാവശ്യവും പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്, പറയുന്ന കാര്യങ്ങളാണ് സെയിം റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴും എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരും. ഞങ്ങളും ഫസ്റ്റ് ടൈം വരുമ്പോൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഒരു പ്രാവശ്യം വന്നപ്പോൾ എല്ലാം ക്ലിയറായി. അപ്പോൾ ഇതുപോലൊരു വീഡിയോ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അത് നല്ലതായിക്കോട്ടെ. നമ്മൾ ദർശനത്തിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ റൂം വേണമെങ്കിൽ ബുക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ റൂം കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഒരാളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ വിളിച്ച് വരുന്ന സമയവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. നമ്മൾ മുകളിൽ ചെന്നിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുക്കുന്നത് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയി ടിക്കറ്റ് എടുത്താൽ കിട്ടത്തില്ല. 6 മാസം മുന്നേ എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. പല ഇതുണ്ട് കേട്ടോ. 300 രൂപയുടെ ടിക്കറ്റ്, 500 രൂപയുടെ ടിക്കറ്റ്, അങ്ങനെ പല ടിക്കറ്റ് ഉണ്ട്. അതിൽ 300 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ കൂടിയും 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ക്യൂവിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില തിരക്കുള്ള സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് VIP ടിക്കറ്റാണ് എടുത്ത് തരുന്നത്. ഒപ്പം റൂമും അവരുടെ VIP കോട്ടയിലാണ് നമുക്ക് എടുത്ത് തരുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യും കേട്ടോ, ചുമ്മാതല്ല. അപ്പോൾ VIP ഇതാവുമ്പോൾ ദർശന സമയം കുറഞ്ഞ് കിട്ടും. ടിക്കറ്റ് എടുക്കുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ താഴെ നിന്ന് നടന്ന് കയറുന്നവരാണെങ്കിൽ താഴെ റൂം എടുക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷെ എല്ലാം ആണെങ്കിലും മുകളിൽ നല്ല രസമാണ് കേട്ടോ, കാണാനും കേൾക്കാനും. ഭയങ്കര ഒരു അവിടെ തന്നെ ഭയങ്കര ഒരു വലിയ സിറ്റിയാണ് ആ തിരുമല എന്ന് പറയുന്നത്.
ഫുൾ ഭഗവാന്റെ മാത്രം കാര്യങ്ങളുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒരു അമ്പലത്തിൽ വന്ന ഫീലല്ല, ഭയങ്കര ഒരു ട്രിപ്പിന് വന്ന ഫീലാട്ടോ. അവിടെ ഭയങ്കര രസമാണ് കാണുന്നത്. ഇതൊക്കെ നമ്മളൊരു ഹൈ റേഞ്ച് കയറി പോകുന്നൊരു ഫീലിൽ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ആയാൽ ഉച്ചയ്ക്ക് ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ഒക്കെ ഫോളോ ചെയ്യുക. അവരുടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നോട്ടിഫിക്കേഷൻ വരും. അതനുസരിച്ച് വേഗം പോയി ബുക്ക് ചെയ്താൽ മാത്രമേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അല്ല എങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ വച്ചിരിക്കുക, അവരത് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ തിരുപ്പതി തിരുമല ബാലാജി ഭഗവാന്റെ അവിടേക്ക് പോകുന്ന താഴ്ന്ന് കയറി കഴിഞ്ഞാലുള്ള അടുത്ത എൻട്രൻസ്. ഇവിടെ നമ്മുടെ ആ ഒരു ടിക്കറ്റ് ഇല്ലേ, വണ്ടി എത്ര സമയം കൊണ്ട് ഇനി കയറാവൂ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള ടിക്കറ്റ് ഒന്ന് കാണിക്കാം. അവർ പോകാൻ പറയും. അങ്ങനെ നമ്മൾ അത് കാണിച്ചിട്ട് തിരിച്ചല്ല, നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോവാം. ഇതിനകത്ത് കയറിയ ഭയങ്കര കൺഫ്യൂഷനായിട്ട് എല്ലായിടത്തും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിർത്തി വായിച്ച് നോക്കി വേണം പോകാനായിട്ട്. എല്ലായിടത്തും ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടല്ല, ഒരു ബോർഡിൽ എല്ലാ സ്ഥലങ്ങളും ആരോ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നോക്കി നമ്മൾ പോവുക. അത് കുറച്ച് മെനക്കെടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് പിന്നെ എവിടെ കൂടെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ വന്നെത്തും. അതുകൊണ്ട് കുറച്ച് കിടന്ന് കറങ്ങേണ്ടി വരും. ഫസ്റ്റ് ടൈം പോയപ്പോൾ നമ്മൾ നന്നായിട്ട് കറങ്ങി. ഇപ്പം നമുക്ക് ഇവിടെ എല്ലാം ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു 8 മണി സമയമൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്, കാരണം ഇവിടെ വന്നിട്ട് ബ്രഷ് ചെയ്യാനൊക്കെ നിന്നാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അവിടുത്തെ പമ്പിൽ ഇറങ്ങിയപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു പെട്രോൾ പമ്പായിരുന്നു. അവിടെ തന്നെ നിന്ന് ബ്രഷ് എല്ലാം ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് റൂം അലൗട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് റൂമും നമ്മൾ എൻ്റെ ക്യാഷ് പേയ്മെൻ്റ് എല്ലാം ചെയ്ത് എവിടെയാണോ റൂമെന്നുള്ളത് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോകും. അതാണ് എപ്പോഴത്തെയും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ താഴെ റൂം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, താഴെ റൂം എടുത്താലും അവിടെ നിന്ന് ഫ്രീ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാലും നമുക്ക് പല സ്ഥലങ്ങളിലും ഇറങ്ങാനായിട്ട് ഓരോ 500 മീറ്റർ ഇടവിട്ട് സ്റ്റോപ്പിൽ ഫ്രീ ബസ് സർവീസ് ഇതിനകത്തും ഉണ്ട്. താഴെ നിന്ന് മുകളിലേക്കും ഫ്രീ സർവീസ് ഉണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് യാതൊരുവിധ തടസ്സമില്ല. ഒരുപാട് പേര് ചോദിച്ചു കാറിൽ വരുന്നത് കംഫർട്ടബിൾ ആണോ, കാർ പാർക്കിങ്ങിനുള്ള പ്ലേസ് കിട്ടാറുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാറിൽ വരുന്നത് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ആദ്യം വന്നപ്പോൾ പല സംശയങ്ങളുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഇതുപോലെയൊക്കെ കണ്ട് പഠിച്ച ശേഷമാണ് നമ്മളും വന്നത്. എങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാറിൽ വന്നു. പാർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയില്ല, കാരണം കുറച്ച് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ നടക്കേണ്ടിയൊക്കെ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല, പക്ഷെ അല്ലാതെ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാറിൽ വന്നാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ താഴെ ഇട്ടിട്ട് വരികയാണെങ്കിൽ അങ്ങനെ വന്നിട്ട് നമുക്കിവിടെ ബസ്സിൽ കയറി വന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയിട്ട് പോവാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇവിടെ റൂം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു തിരുപ്പതി ഫീല് കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ചായക്കപ്പ് ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് ചായക്കപ്പായിരിക്കും തരുന്നത്. എന്തായാലും വന്ന പാടെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചായ കുടിച്ചു. പിന്നെ ആധാർ കാർഡൊക്കെ എല്ലാവരും കയ്യിൽ വെച്ചിരിക്കുക. വരുന്നവർ ആധാർ കാർഡ് മസ്റ്റായിട്ടൂടെ എല്ലാവരും ചോദിക്കും. അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ട്രെയിനിൽ വന്നാലും എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, എങ്കിലും താഴെ ട്രെയിനിൽ വന്നാലും അവിടെ നിന്ന് ബസ് കയറി ഫ്രീ ആയിട്ട് ഇവിടെ വരാം. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഏത് സ്റ്റോപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ ബസ് നിർത്തിയില്ല. ഓരോ സ്ഥലത്തും സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്തി നമുക്ക് ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ ഇതാക്കാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വന്ന് തൊഴുതിട്ട് പോകാനും പറ്റും, ഒരു പൈസയും കൊടുക്കാണ്ട്. പക്ഷേ അതിനുള്ള ടൈമിങ് ഭയങ്കര വലുതായിരിക്കും. മേ ബി 12 മണിക്കൂർ വരെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ 1-2 ദിവസം വരെ നിന്ന് ക്യൂവിൽ നിന്ന് തൊഴുത് വരുന്നവരുണ്ടാവും. ചിലരെ പായൊക്കെ കൊണ്ടുപോയി കിടന്ന് തൊഴുത് വരാനൊക്കെ കണക്കാക്കി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ പക്ഷെ അവർ ഫുഡും വെള്ളവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യം കേട്ടോ. എവിടെ ചെന്നാലും വെള്ളത്തിനും ഫുഡിനും ഒന്നും ഇവിടെ വന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ല. നിറയെ കടകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ അന്നദാന സേവ എന്ന് പറഞ്ഞിട്ട് ആ ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലായിടത്തും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ അന്നദാനം 3 നേരം നല്ല കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും ആവശ്യത്തിൽ കൂടുതൽ അവർ അന്നദാനം കൊടുക്കും. ക്യൂവിലോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. 4 നിലയിലെന്തോ വലിയ ഹാളിലാണ് അന്നദാന മണ്ഡപം ഉള്ളത്. ഇവിടെ എവിടെ കിട്ടുന്നതിനെക്കാട്ടി നല്ല ഭക്ഷണം അവിടെ കിട്ടുകയും ചെയ്യും. പൈസ ഒന്നും കൊടുക്കണ്ട, നല്ല ഭക്ഷണം കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ റൂം എടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഫുഡ് 3 നേരം ആവശ്യത്തിൽ കൂടുതൽ
തരുന്നുണ്ട്. ടോയ്ലറ്റ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചില തിരക്കുള്ള ദിവസങ്ങളിൽ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ താഴെ നിന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നത്. പക്ഷേ ഇന്ന് വലിയ തിരക്കുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന അത്രയും തിരക്ക് കാണുന്നില്ല. അപ്പോൾ തിരക്കുള്ള സമയങ്ങളിൽ വന്നാൽ തിരക്കുണ്ടാവും. ഇല്ല എങ്കിലും ടോയ്ലറ്റ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഈ വഴിയരികിലൊക്കെ വേണമെങ്കിലും കിടന്നുറങ്ങാം. നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല കേട്ടോ. എവിടെ വേണോ നമുക്ക് ധൈര്യമായിട്ട് ഫ്രീ ബസ് സർവീസ് ഉണ്ട് എല്ലാം. ഇപ്പോൾ നമുക്ക് ഞങ്ങൾ കാറിട്ട ശേഷം കാറ് പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നൊരു ചായ കുടിച്ചു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വരുമ്പോഴേ നമുക്ക് ഈ റൂമിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കാറ് പാർക്ക് ചെയ്ത ശേഷം ബസ്സിൽ കയറി ഫുഡ് കഴിക്കേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട്, അതിനടുത്തുള്ള ഒരു സ്റ്റോപ്പിൽ അവർ നിർത്തി തന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങി ഫുഡും കഴിച്ചിട്ട് വീണ്ടും ബസ്സിൽ കയറി നമ്മൾ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് എവിടെ പോകണോ അതിന് നിയർ ബൈ സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ ഇറങ്ങുക, നമ്മുടെ കാര്യം കഴിയുക, തിരിച്ച് വീണ്ടും ബസ്സിൽ കയറാം. അത്രയേ ഉള്ളൂ പരിപാടി. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഈ ഫ്രീ ബസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. മീൻസ് കുറേ സമയം നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ, കുത്തിഞ്ഞെരിങ്ങൊക്കെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഈ ജീപ്പ് സർവീസ്, കാർ സർവീസൊക്കെ ഉണ്ട്. 100 രൂപയോ 50 രൂപയോ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അവർ പറയും. നമ്മളൊന്ന് വില പേശുമ്പോൾ അവർ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അവരും കൊണ്ടാക്കി തരും. അതുകൊണ്ട് അങ്ങനെയും ഉള്ളൊരു സർവീസ് ഉണ്ട്. ഫ്രീ ആണെങ്കിൽ ബസ് അതിനുവേണ്ടി ചിലപ്പോൾ ചില സമയങ്ങളിൽ കുറച്ച് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ബസ് പോയി അതിൻ്റെ പിറകെ 3-4 ബസ് ഇങ്ങനെ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേ ചെയ്തിരുന്ന റൂമിൻ്റെ അടുത്താണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. എനിക്കും ആടിനൊക്കെ അന്നദാനം തന്നെയാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ കുളിക്കാതെ നനയ്ക്കാതെ അന്നദാനം കഴിക്കാൻ പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേ ചെയ്തതിൻ്റെ അവിടെ തന്നെ വേദയ്ക്ക് വന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ. പക്ഷേ ഇവിടത്തെക്കാട്ടിയും ഫുഡ് നമ്മൾ ഭയങ്കര വില കൊടുത്ത് കഴിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് അന്നദാനം കഴിക്കുന്നത് തന്നെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുളിക്കാതെ നനയ്ക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് അന്നദാനം കഴിക്കാതെ ഇവിടെ കയറി കഴിക്കുന്നത്. അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് വാങ്ങുന്ന ബോട്ടിൽ വെള്ളത്തിന് 30 രൂപയാണ് വില കേട്ടോ. നമ്മൾ ആ ബോട്ടിൽ തിരിച്ച് വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ തിരികെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 20 രൂപ വെള്ളത്തിനാകത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത് ആയിരിക്കാം. നമുക്ക് അങ്ങനെ വാങ്ങിക്കാം. 30 രൂപയുടെ വെള്ളം വാങ്ങിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ 10 രൂപ നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ 20 രൂപ ആകത്തുള്ളൂ. പിന്നെ എല്ലായിടത്തും ഫിൽറ്റർ വെള്ളം വച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നാൽ കടയിൽ കയറുമ്പോൾ ഇത് വാങ്ങും. പിന്നെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമുണ്ട്, അതാണ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകുമ്പോഴും അത് നിറച്ച് നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽ നിന്നെല്ലാം നിറച്ച് അത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നല്ല വെള്ളം കേട്ടോ, വേറെ ഒരു കുഴപ്പമില്ലാത്ത വെള്ളമാണ്. അപ്പോൾ വെള്ളം ഓക്കെ, ഫുഡ് ഓക്കെ, ടോയ്ലറ്റ് ഓക്കെ, കിടക്കാനുള്ള സൗകര്യം ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് വഴിയരികിലോ അങ്ങനെയൊക്കെ ആരും എണീപ്പിച്ച് വിടത്തില്ല. ഇവിടെ നിന്ന് എണീറ്റ് പോകുമെന്ന് പറയത്തൊന്നുമില്ല. എവിടെ വേണോ കിടക്കാം, തണലുണ്ട്. ഒരു ബെഡ്ഷീറ്റും ഒരു പായും ഒരു പില്ലോയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എവിടെ വേണോ കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാശുണ്ടെങ്കിലേ തിരുപ്പതിയിൽ വരാൻ പറ്റൂ, ഭഗവാനെ കാണാൻ പറ്റൂ എന്നൊന്നുമില്ല. കുറച്ച് സമയമെടുക്കും നമുക്ക് ഭഗവാനെ കാണാനായിട്ട്. അങ്ങനെയുള്ള ഒറ്റൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭഗവാനെ കാണാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം എടുത്ത് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ ചെക്കിനുണ്ട്, അവിടെ 1 വേ ആണ്. നമ്മൾ തിരിച്ച് വരുന്നത് വേറെ വഴിയിലാണ്. അങ്ങോട്ട് പോകുമ്പോഴേ ചെക്കിംഗ് ഉള്ളൂ, തിരിച്ച് വരുമ്പോൾ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ വിട്ടു പോവാതെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ഭഗവാന്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ സെയിം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ഒരുപാട് പേര് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ തിരുപ്പതി പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വന്നു, എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അതൊരു വലിയ ചോദ്യചിഹ്നം കേട്ടോ. തിരുപ്പതിയിൽ എങ്ങനെ വരും, എങ്ങനെ ഭഗവാനെ കാണും എന്നൊക്കെ ഉള്ളത് നമുക്കും ഭയങ്കര ഒരു ഇതായിട്ട് നിന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം ഒരു പ്രാവശ്യം വന്നാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഉറപ്പായിട്ടും ഏതൊരു ഹിന്ദുവും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വൃത്തിയുടെ കാര്യത്തിൽ വേറെ നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല കേട്ടോ. ഒരു ഇല പോലും ഇത്രയും മരങ്ങൾ നിൽക്കുന്നു, ചവറായിട്ട് കിടക്കുക ഒന്നുമില്ല. എവിടെ കയറിയാലും അത്രയും നീറ്റാണ്, ഒരു ബാഡ് സ്മെല്ലില്ല. അത്രയ്ക്ക് വൃത്തിയുടെ കാര്യത്തിൽ 100% അവർക്ക് ഞാൻ 100-ൽ 110% കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ പോലും ഒറ്റൊരു അമ്പലവും ഇങ്ങനെ ഉണ്ടാവില്ല. ആ അമ്പല പരിസരം എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്റർ ചുറ്റളവാട്ടോ. അത്രയും കിലോമീറ്റർ അത്രയും വൃത്തിക്കാണ് ഇട്ടിരിക്കുന്നത്. അമ്പല പരിസരം മാത്രമല്ല വൃത്തിക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ റൂമായാലും 1500 രൂപയ്ക്കാണ് നമ്മൾ എടുക്കുന്ന റൂമായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്.
എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു ചായയോടെ കുടിക്കാമെന്ന് കരുതി ചായയൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങി. എന്നിട്ട് നമുക്ക് റൂം അലോട്ട് ചെയ്യേണ്ട സമയമായി. നമ്മളവിടെ നിന്നപ്പോഴേക്കും നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ റൂമെല്ലാം അലോട്ട് ചെയ്യാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് നേരെ ബസ്സിൽ കയറി പോവുകയാണ് കേട്ടോ. ചിലപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, എങ്കിൽ കയറാൻ പറ്റത്തില്ല. ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും, എങ്കിലും കുറച്ച് ദൂരമല്ലേ, അതുകൊണ്ട് നിന്ന് പോയെന്ന് പറയാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ടുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണും, ഭഗവാനെ കാണും, തിരിച്ചു പോകുന്നല്ലാണ്ട് ഇവിടെ വേറെ കാണാനുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വരെയും പോയിട്ടില്ല. അതിനുള്ള സമയം കിട്ടില്ല കേട്ടോ. നമ്മൾ ഇന്ന് വരും, പിന്നെ ഉറക്കക്ഷീണമായിരിക്കും, ഉറങ്ങി എഴുന്നേക്കും, ദർശനം കഴിയും, ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങും പോവും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടില്ലാത്തത് കൊണ്ട് അതിന് വേണ്ടി സമയം കിട്ടിയിട്ടില്ല പോവാനായിട്ട്. അങ്ങനെ റൂമെല്ലാം കിട്ടിയ ശേഷം റൂമിൽ പോയി നന്നായിട്ട് കുളിച്ചു, ഒരു സുഖ ഉറക്കം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ലേ സേവ അന്നദാന ഇത് കൊടുക്കുന്ന ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊടുക്കും കേട്ടോ. ചിലപ്പോൾ അത് തൈര് സാധമായിരിക്കും, സാമ്പാർ സാധമായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ആയിരിക്കും. അവിടെ ചെന്ന് ഞങ്ങൾ ഓരോ പ്ലേറ്റ്, കുഞ്ഞു പ്ലേറ്റ് തരും, എത്ര ചോദിച്ചാലും അവർ തരും കേട്ടോ. ഓരോ പ്ലേറ്റ് തന്നു, അത് ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, ഫോൺ എടുക്കാതെയാണ് പോയത്, അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ഈ പെൻസിനെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണെന്നുള്ളത്. അത് ടോയ്ലറ്റ് കയറുമ്പോഴേ അവിടെയൊക്കെ തറയിൽ ഇങ്ങനെ വീഴണ്ടെന്ന് കരുതി ഞാൻ മടക്കി വെച്ചതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മടക്കി വെച്ചതാണ്. ആ മടക്ക് ഇതുവരെ ഞാൻ നിവർത്തിയില്ല കേട്ടോ. അപ്പം നമ്മുടെ കാറിന് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ തിരക്ക് സത്യം ഒന്നുമില്ല. ഈ വന്നിരിക്കുന്നവരെല്ലാം അമ്പലത്തിൽ പോകാനായിട്ട് വന്നതാണ്, ദർശനത്തിന് വന്നതാണ്. പക്ഷേ അല്ലാത്ത കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഭീകര തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്രയും തിരക്കില്ലാത്തത് കൊണ്ട് നമ്മൾ വരേണ്ട സ്ഥലത്ത് തന്നെ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഈ മീട്ടാപ്പാൻ കണ്ടു. അതിനെ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതൊരെണ്ണം വാങ്ങി കഴിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഈ സാധനം കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 9, 9:30, 10 മണി അടുപ്പിച്ചാവും കേട്ടോ. കാരണം ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ റൂം അലോട്ട് ചെയ്യാൻ കുറച്ച് താമസിക്കും. കാരണം ആ റൂം വെക്കേറ്റ് ആയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെന്നപ്പോൾ റൂം വെക്കേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു കേട്ടോ. അല്ലായാലും നമ്മൾ ചെന്നാലും മിക്കവാറും പെട്ടെന്ന് തന്നെ കിട്ടും. ഇന്നിപ്പോൾ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു, അപ്പോഴാണ് റൂം ഫ്രീ ആയത്. ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരക്കില്ലാത്തതിൻ്റെ കാരണം ഗണേശ ചതുർത്ഥിയുടെ എന്തോ ഫൈനൽ ആഘോഷം നടക്കുകയാണ് താഴെ തിരുപ്പതിയിൽ. അപ്പോൾ അതിൻ്റെ തിരക്ക്, അതുകൊണ്ടാണ് തിരക്ക് കുറവെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് തിരക്കിന് യാതൊരുവിധ കുറവും ഇല്ല. പക്ഷേ അവരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, ഞാനും പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം തിരക്ക് കുറവ് തന്നെയാണ്. കാരണം നമ്മൾ താഴെ നമ്മൾ കയറില്ലേ ചെക്കിൻ സ്ഥലത്ത്, അപ്പോൾ നിറയെ ഒരു 7-8 ഒരു 10 കൗണ്ടറെങ്കിലും ഉണ്ടാവും കേട്ടോ. ആ കൗണ്ടറിലെല്ലാം നീണ്ട ക്യൂ ആണ്. എങ്കിലും കാറൊക്കെ പെട്ടെന്ന് തന്നെ മൂവ് ആവും കേട്ടോ. അവിടെ ഒരുപാട് സമയം നമ്മൾ കിടക്കേണ്ടതായിട്ടോ ഒന്നും വരത്തില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ മൂവ് ആവുമെങ്കിലും നീണ്ടൊരു ക്യൂ ആയിരിക്കും കിടക്കുന്നത്. ഇന്നിപ്പോൾ ആ ക്യൂവിലൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ അതിനോട് പറഞ്ഞു തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ റൂം 1500 രൂപയുടെ റൂമാണ്. പക്ഷെ അവർ വാങ്ങുമ്പോൾ 3500 വാങ്ങും. സോറി ഗൈസ്, കണക്കിന് ഞാൻ വീക്കായിട്ട് എൻ്റെ കണക്ക് തെറ്റി. 1700 രൂപയുടെ റൂം അവർ 3400 രൂപ വാങ്ങും. 1700 രൂപ റൂമിൻ്റെ റെൻറ്റും, ബാക്കി 1700 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ, നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ആയിപ്പോയി 2 ദിവസം വർക്കിംഗ് ഡേയ്സ് ആകുമ്പോഴേക്കും തിരിച്ചു വരും. അത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും റൂം കിട്ടിയിട്ടുണ്ട്. നേരെ റൂമിലേക്ക് പോവുകയാണ്. ഭയങ്കര സ്യൂട്ട് റൂം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നല്ല 1700 രൂപയ്ക്ക് നല്ല വലിയൊരു ബെഡ്, അഡീഷണൽ ഒരു എക്സ്ട്രാ ബെഡ്, പിന്നെ ഒരു സോഫ സെറ്റ് ഉണ്ടാവും. ബാത്റൂമൊക്കെ വിശാലമായ ബാത്റൂമാണ് കേട്ടോ. 1700 രൂപയ്ക്ക് കിടിലം റൂമാണ്. പിന്നെ ഇവിടെ വേറെ അല്ലാതെ പ്രൈവറ്റ് ഹോട്ടൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടെ കൂടുതലും ബുക്കിംഗ് ചെയ്ത് വരുന്ന ഹോട്ടൽസാണ് ഉള്ളത്. ഇതിൽ ഇനി കൂടിയ ഹോട്ടൽ റൂംസ് ഗവൺമെൻറ്റിൻ്റെ വക, ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ വക ഉണ്ടോ എന്നും എനിക്കറിയത്തില്ല. നമുക്ക് എപ്പോഴും വരുമ്പോഴും കിട്ടുന്ന റൂം ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ വലിയ റൂം വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാറൊന്നുമില്ല. ഇത് നമുക്ക് ധാരാളമാണ്. പിന്നെ നമുക്ക് ഇത്രയെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ഒരു പ്രശ്നങ്ങളില്ല. കാരണം ഓൺലൈൻ നോക്കിയിരിക്കണം, ബുക്ക് ചെയ്യണം, അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമുക്ക് ഒരാൾ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്ഥലത്ത് വരുമ്പോൾ ഇത് ധാരാളം കേട്ടോ. ഇന്നലെ രാവിലെ 8 മണിക്ക് കയറിയതാണ്. ആ കയറി നമ്മൾ ഇപ്പോഴത്തെ ഒരു 10-11 മണിയായപ്പോഴാണ് റൂം കിട്ടി. 10 മണിയാവും കേട്ടോ. റൂം കിട്ടിയപ്പോൾ എന്തൊരാശ്വാസം എന്നറിയോ. വന്ന പാടെ കുളി കഴിഞ്ഞു. ടോയ്ലറ്റിൽ 2 ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. കാരണം ഈ തെലുങ്കൊക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ തമിഴ്നാട്ടുകാരൊക്കെ വരുമ്പോൾ യൂറോപ്യൻ
എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ഇന്ത്യൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് 2 ക്ലോസറ്റും മിക്കവാറും എടുത്ത റൂംസിലും 2 ക്ലോസറ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഉറക്കം എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അന്നപ്രസാദമായിട്ട് സാമ്പാർ സാദം കഴിച്ചു. ഭയങ്കര എരിവായിരുന്നു കേട്ടോ, പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു. വേദയും പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലാത്തതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എരിവായിപ്പോയി. വേദയ്ക്ക് എരിവ് കുറച്ച് കൂടിയതായിട്ട് തോന്നി. അതുകൊണ്ട് വേദ കഴിച്ചില്ല, ഞാനും ഏട്ടനും കഴിച്ചു. വേദ കഴിച്ചു കേട്ടോ, പകുതി കഴിച്ചു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ബാക്കി പകുതി ഞാനാണ് കഴിച്ചത്. പക്ഷെ വേദയ്ക്ക് ഇഷ്ടമായെന്നും പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ അതാണ് കഴിച്ചത്. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊന്ന് ഇറങ്ങുകയാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചായക്കടയുണ്ട്, അവിടെ പോയി ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് ദർശനം കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷേ ദർശനം കിട്ടിയില്ല. നാളെ രാവിലെയാണ് നമുക്ക് ദർശനം ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടനും മോളും കൂടി പോയായിരുന്നു കേട്ടോ. ദർശനം ഒന്ന് കണ്ട് തൊഴുതിട്ട് വരാം, ഫ്രീ ക്യൂവിൽ കയറി നിന്നൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയതിനെക്കാട്ടി സ്പീഡിൽ രണ്ടുപേരും കൂടി തിരിച്ച് വരുന്നത് കണ്ടു. കാരണം അവരൊരു 4:30 മണിക്കാണ് പോയത്. ആ ക്യൂ കഴിയാൻ തന്നെ 11-12 മണിയാവുമെന്ന് പറഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, ഞാൻ വന്നാൽ എൻ്റെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല, നാളെ എന്തായാലും ഭഗവാനെ കാണാൻ പോകുന്നുണ്ട്, പിന്നെ ഈ ഇടി കൊണ്ട് ചെന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരും പോയിട്ട് അതുപോലെ തന്നെ തിരിച്ച് വന്നു. ഇനിയിപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു കറക്കമൊക്കെ കറങ്ങണം. ഇവിടെ വേറെ കുഞ്ഞ് അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയേക്കാന്ന് കരുതി നമ്മൾ വീണ്ടും അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇറങ്ങാണ്. ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു. നല്ല ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. പക്ഷേ ചായ നല്ല ചായയാണ്, പക്ഷേ ചായയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. വേറെ ഒരു ബോൺവിറ്റ കഴിച്ചു, ഞാൻ ചായയും ബിസ്ക്കറ്റും കൂടിയാണ് കഴിച്ചത്. ഞാൻ രാവിലെ ഒരു ബദാം മിൽക്ക് വാങ്ങി കഴിച്ചു. ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഫുൾ കുടിച്ചില്ല, അവിടെ വെച്ചിട്ട് വന്നു. പക്ഷേ ചായ സൂപ്പറാണ്, ബോൺവിറ്റയൊക്കെ നല്ലതാണ്. വേദ എപ്പോൾ വന്നാലും 100 ബോൺവിറ്റയെങ്കിലും ഇവിടെ നിന്ന് കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ് വേദയ്ക്ക് ഇവിടുത്തെ ബോൺവിറ്റ. ചായ നല്ല ചായ, കോഫിയും നല്ല കോഫിയാണ്. ഈ ബിസ്ക്കറ്റും നല്ല ബിസ്ക്കറ്റാട്ടോ. 3 ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട്. അതിൽ കുത്തും കോമയും വീണിരിക്കുന്ന ബിസ്ക്കറ്റ്, നല്ല പരന്നിരിക്കുന്ന വലിയ ബിസ്ക്കറ്റാണ്, നല്ല ടേസ്റ്റ് കേട്ടോ, മധുരമുള്ളത്. അല്ലാത്ത ഷുഗർലെസ്സും ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടം അതാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ചായ കൂടി കഴിഞ്ഞു. നേരെ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയി ഭഗവാന്റെ അവിടെയൊക്കെ ചെന്ന് കറങ്ങി. എനിക്കൊരു ഭഗവാന്റെ വിഗ്രഹമൊക്കെ വാങ്ങണമെന്നുണ്ട്, അതെല്ലാം വാങ്ങി. ഇന്നും അന്നദാനം വൈകുന്നേരം കഴിക്കണമെന്നുണ്ട്, പോയി കഴിക്കാം. അവിടെ വീഡിയോ അലൗഡ് അല്ല, എങ്കിലും ഞാൻ പറ്റുകയാണെങ്കിൽ എടുക്കും കേട്ടോ. അവർ വിളമ്പിത്തരുന്നൊന്നും എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് കഴിക്കുന്നത് വേണമെങ്കിൽ എടുക്കാം, അത് ഞാൻ നിങ്ങൾക്ക് കഴിക്കുന്നത് കാണിച്ചു തരാം. എന്താണ് ഭക്ഷണം എന്നറിയില്ല. ഒരു പ്രാവശ്യം പൊങ്കലാണ് നമുക്ക് കിട്ടിയത്, ഒരു പ്രാവശ്യം ഊണ് കിട്ടിയായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. എന്ത് തന്നെ ആയാലും മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി സ്വാദും ഇഷ്ടത്തിന് നമുക്ക് തരുകയും ചെയ്യും. എത്ര വേണോ കഴിക്കാനും തരും കേട്ടോ. സോ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനായിട്ട് നമ്മൾ റെഡിയാകാൻ പോവുകയാണ്. ഇനി കുറച്ച് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ശേഷമായിരിക്കും നമ്മൾ അന്നദാനം കഴിക്കാനും തിരുപ്പതി ഒന്ന് കറങ്ങാനും, ഇവിടെ കുറച്ചൊന്ന് മൊത്തത്തിലൊന്ന് കറങ്ങാൻ ഇന്നിപ്പോൾ സമയമുണ്ട്, ഒന്ന് കറങ്ങാനായിട്ട് നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഇത് വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്താണ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നു. പിന്നെ ചെരുപ്പിടണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇവിടെ എവിടെ പോയാലും നമുക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ അന്നദാനത്തിന് പോയാലും വേറെ എവിടെ പോയാലും ചെരുപ്പ് ഊരിയിട്ടിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു സൈഡിൽ കൂടെ കയറ്റി വിടും, ഇറക്കി വിടുന്നത് വേറൊരു സൈഡിൽ കൂടെ ആയിരിക്കും. ഇപ്പോൾ അന്നദാനം കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ ചെരുപ്പ് ഊരിട്ടിട്ട് കയറുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പിന്നെ ചെരുപ്പെടുക്കാൻ വീണ്ടും കറങ്ങി വരേണ്ടി വരും. പിന്നെ അതുപോലെ ഉച്ച സമയത്ത് ചെരുപ്പിടാണ്ട് നടന്നാൽ കിട്ടിലും പണി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയ്ക്കായിരുന്നു കേട്ടോ ദർശനം. ഞങ്ങൾ എന്ത് ചെയ്തു, റൂമിൽ ചെരുപ്പ് ഇട്ടിട്ട് നടന്നു പോയി. 3 പേരുടെയും പൊള്ളി കേട്ടോ. അതിലവർ വൈറ്റ് സിമെൻറ്റ് പോലൊരു സാധനം അടിച്ചിട്ടുണ്ട്. അതുവഴിയാണ് നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ചൂടടിക്കത്തില്ല. ടാറിലാണ് നമ്മൾ വെയിലുള്ള സമയത്ത് നടക്കുന്നതെങ്കിൽ കാലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെരുപ്പിടുക, അല്ലാതെ വൈകുന്നേരം കൂടെ കാണാൻ പോകുമ്പോഴൊക്കെ ചെരുപ്പിടാണ്ട് പോകുന്നതാട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്ത അവിടുത്തെ 1-2 സ്ഥലങ്ങൾ പോകാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് പോവുകയാണ്. അതിൽ സ്ഥലങ്ങളെ പേര് ഞാൻ മറന്നു പോയില്ല. ധർമ്മഗിരി, ശിലാതോരണമോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഈ തിരുമലയ്ക്കകത്ത് തന്നെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്തോ പോയി കാണാൻ സമയത്ത് ഓപ്പൺ ആയില്ലെന്നോ എന്തോ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നേട്ടൻ്റെ പിറന്നാളൂടെ ആയതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ കയറണ്ടേ. പിന്നെ ഇനി താഴെ ഇറങ്ങിയാൽ തിരിച്ച് കയറാനായിട്ട് പാടാട്ടോ.
അതുകൊണ്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് അങ്ങനെ വേറെ അമ്പലങ്ങളൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ധർമ്മഗിരിയും ഇതൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ശിലാതോരണം പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ധർമ്മഗിരിയിലേക്ക് പോകുന്നത്. പോകെ നമ്മൾ എവിടെയാ ഈ ഊട്ടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പോകുന്ന പോലത്തെ റോഡ്, വന്യമൃഗങ്ങളെ ഇറങ്ങുന്ന ഏരിയ ആണെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇറങ്ങുന്നത് റിസ്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടനാണെങ്കിൽ പേടി, അതുപോലെ തന്നെ നമുക്കും പേടി. പോകുമ്പോൾ വണ്ടിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു കുഞ്ഞ് അമ്പലം കണ്ടു. അവിടെ രണ്ടുപേരും നിന്ന് അങ്ങോട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പിന്നെ ഈ ഒരു അമ്പലമുണ്ട്, ഇവിടെ പൂജയും കാര്യങ്ങളൊന്നും ഇന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വണ്ടി ഇരുന്ന് തന്നെ ജസ്റ്റ് തൊഴുതും. മറ്റേ ശിലാതോരണത്തിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങാമെന്ന് എഴുതി. അത് കഴിഞ്ഞ് ഈ ധർമ്മഗിരിയുടെ ഓപ്പോസിറ്റ് വേറെ റോഡുണ്ട്. ഇത് കണ്ടിട്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞങ്ങൾ അവിടെ കയറിയില്ല. നേരെ മറ്റേ ശിലാതോരണത്തിൻ്റെ അവിടെ വന്നത് കേട്ടോ. ഈ ശിലാതോരണത്തിൻ്റെ റൂട്ടാണ് ഇതെല്ലാം. ശിലാതോരണം കഴിഞ്ഞാണ് ഇത് വന്നത്. എല്ലാം നിയർ ബൈ ഒരുപാട് ദൂരങ്ങളിലൊന്നും പോകണ്ട. ഇതിനെല്ലാം നമ്മുടെ ബാലാജി ഭഗവാനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ തമിഴിലും തെലുങ്കിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. തമിഴിലല്ല, തെലുങ്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ബോർഡൊന്നും ഞാൻ കണ്ടില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥയെന്നോ കാര്യങ്ങളെന്നോ ഒന്നും അറിയത്തില്ല. ഈ ശിലാതോരണം എന്നൊക്കെ പറയുന്നത് ഈ റോക്സ് ഇങ്ങനെ അടുക്കി ഇരിക്കുന്നതാണ്. അതിലൊക്കെ ഐതിഹ്യങ്ങളുണ്ടാവും കേട്ടോ. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഇത് പന്നി നിൽക്കുന്നത് നോക്കിയാൽ പന്നിയൊക്കെ കൂളായിട്ട് ഇതുവഴി ഇറങ്ങി നടക്കും കേട്ടോ. ഇവിടെ മിക്കവാറും വരുമ്പോൾ പന്നികൾ നിറച്ച് രണ്ട് സൈഡിൽ നിൽക്കുന്ന കാണാം. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴും കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ, കാരണം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയപ്പോൾ ഈ ധർമ്മപുരി പോയപ്പോൾ തന്നെ ഒന്ന് ഇരുണ്ട് തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അധികം ഒരാൾ സ്കൂളാണെന്ന് പറഞ്ഞു, പിന്നെയും അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതി നമ്മൾ നോക്കാൻ പോകുന്നത് മണ്ടത്തരമാവും. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടൊന്നും വണ്ടികളൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ പോവാതെയൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വന്യമൃഗമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചാടിയാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് അധികം പോയില്ല, തിരിച്ചു വന്നു. ഇതേ ഇവിടെ തന്നെയാണ് ശിലാതോരണവും ഒരു കുഞ്ഞ് അമ്പലമൊക്കെ ഉണ്ട്, അവിടേക്കുള്ള പാർക്കിംഗ് എന്ന് പറയുന്നത്. യെസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് ഇറങ്ങാതെ പോയതിൻ്റെ ഇറങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ തിരിച്ചിട്ടു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വന്നിട്ട് ഉച്ചയായപ്പോഴേക്കും ദർശനവും കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ നമ്മൾ തിരിക്കുകയും ചെയ്തു. അപ്പോൾ രാവിലെ ഒരു 7-6 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതുമില്ല. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ദർശനം കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റി. അല്ല എങ്കിൽ ദർശനം ഒരു ദിവസത്തെ മെനക്കേടാട്ടോ. ഫുൾ ദർശനവും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും വൈകുന്നേരം ആവും. പിന്നെ ഇങ്ങോട്ടേക്കും ഇറങ്ങത്തില്ല. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങ് ആകെ ടയേർഡാവും കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ തിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ എങ്ങും വന്ന് കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ ദർശന സമയം മാറിയെന്ന് പറയുമ്പോൾ നമ്മുടെ ദർശനം അടുത്ത ദിവസമായപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നല്ല പോലെ സമയം കിട്ടി കേട്ടോ. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ഇടുന്നതിൻ്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ 2 ആയിട്ടൊക്കെയാണ് ഇടാറ്. ഇന്നിപ്പോൾ ഞാൻ കരുതി ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ട് നോക്കാം, നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടില്ല എന്നറിയാമല്ലോ. അപ്പോൾ 2 വീഡിയോ ആയിട്ടൊക്കെ ഇടുമ്പോൾ ചിലർക്ക് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. സത്യം പറഞ്ഞാലേ എൻ്റെ നാക്ക് തിരിയുന്നില്ല. ഞാൻ ഈ കോട്ടുവായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഉറക്കം വന്നിട്ട് വൈകിട്ട് 9 മണിയായുള്ളൂ. കാരണം ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ഇതുണ്ട്. ഞാൻ എന്നാലും ഇടയ്ക്ക് വണ്ടിയിലിരുന്ന് കുറച്ചൊക്കെ ഉറങ്ങിയായിരുന്നു. പക്ഷേ എങ്കിലും നമുക്കൊരു പ്രോപ്പർ ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ആയിരിക്കില്ലേ. ദൈവമേ, ഞാൻ പേടിച്ച് നടക്കുക കേട്ടോ. കാരണം എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ എൻ്റെ ഫുൾ കിളിയും പോവും. എനിക്ക് തലവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഉറക്കം ശരിയാവാത്തത് കൊണ്ടാണ്. അന്ന് എറണാകുളം പോയപ്പോഴും സെയിം ഒരു തിങ്ങായിരുന്നു, ഉറക്കം ശരിയായില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതാവാം തലവേദന, അതൊന്ന് ഗ്യാസ് കയറിയിട്ട് വന്നതാണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ. ഇനി അത് തലവേദനയായിട്ട് മാറുമോ എന്നൊരു വിഷമമുണ്ട് കേട്ടോ. പക്ഷേ ഈ സെക്കൻഡ് വരെയും എനിക്കൊട്ടും തലവേദനയില്ല, വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ രാവിലെ വരും, നമ്മളൊരു 8-8:30-9 മണിയാകുമ്പോൾ നമുക്ക് റൂം കിട്ടും. 10 മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ കയറും, കുളിക്കും, ഒന്ന് ഫ്രഷ് ആവും. എന്നിട്ട് അന്ന് തന്നെ ആയിരിക്കും ചിലപ്പോഴൊക്കെ ടിക്കറ്റ്. ഉച്ചയ്ക്കായിരിക്കും. ഫ്രഷ് ആയ ഉടനെ നേരെ ഭഗവാനെ കാണാൻ പോവും. കണ്ടിട്ട് വന്ന് പിന്നെ അങ്ങ് ആകെ തളർന്നു പോകും കേട്ടോ. നമ്മൾ വല്ലാണ്ടങ്ങ് ക്ഷീണിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്നിനും വയ്യായിരിക്കും. പിന്നെ അടുത്ത ദിവസം മോർണിംഗ് നമ്മൾ വിടും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഇവിടുത്തെ കാര്യങ്ങൾ
തിരുപ്പതി ഭഗവാനെ കാണാൻ, ബാലാജി ഭഗവാനെ കാണാൻ വരുന്നു എന്നല്ലാതെ അതിലുപരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നീട് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് നോക്കിയത്. അപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇറങ്ങാം. ഇവിടെ ഇതിനകത്തൊരു കുഞ്ഞ് അമ്പലം ഉണ്ടെന്ന് കേട്ടോ. പേട്ടൻ്റെ പിറന്നാളല്ലേ, എന്തായാലും ബാലാജി ഭഗവാനെ കാണാൻ നമുക്ക് പറ്റത്തില്ല. ദേവി കുഞ്ഞ് ശിവൻ്റെ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞു. കുഞ്ഞ് ശിവനാണെങ്കിൽ ശിവൻ നമുക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ്. എങ്കിലും ബാലാജി ഭഗവാനോടും ഗുരുവായൂരപ്പനോടും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാൻ പറ്റാതെ ആവുമ്പോഴും ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. അത് ഭഗവാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ആ ഒരു തടസ്സം മാറിക്കിട്ടുന്നത്. ശരിയല്ലേ ഞാനാ പറഞ്ഞത്? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്നില്ല, അത് അങ്ങനെ ഒരു തടസ്സമുണ്ട് അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി നമുക്ക് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാ വർഷവും പറ്റുന്ന എല്ലാ വർഷവും വന്ന് ഇവിടെ ഭഗവാനെ കാണണം എന്നുണ്ട്. ഇവിടെയും ഗുരുവായൂരും മുടങ്ങാതെ എല്ലാ വർഷവും പറ്റുന്ന വർഷങ്ങളിൽ എല്ലാ വർഷവും വന്ന് ഇവരെല്ലാവരും കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത് കിടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വല്ലപ്പോഴാണ് പോകുന്നത് കേട്ടോ. അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അമ്പലമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനോട് അത്രയും ഒരു കൗതുകം തോന്നാത്തത്. ഇതിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം വേറെ എവിടെയെങ്കിലും ദൂരത്തായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ ഓരോ വർഷവും പോകണമെന്ന് പ്രാർത്ഥിക്കുകയും പോവുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ ട്രിവാൻഡ്രം നമ്മുടെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ വിലയില്ലെന്നേ ഉള്ളൂ. തിരുപ്പതി അമ്പലം ആയിരുന്നു ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ ആയിരുന്നു. എൻ്റെ അറിവ് ഞാൻ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് നിധികളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ലേ, അതിനുശേഷം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്ന് വിശേഷിക്കപ്പെടുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് തിരുപ്പതി ഭഗവാനായിരുന്നു ഏറ്റവും സമ്പന്നനായ ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ദർശനത്തിന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചുരിദാറൊക്കെ ഇടുകയാണെങ്കിൽ സ്ലീവ് ഉള്ള ചുരിദാർ ഇടുക, ഷോള് മസ്റ്റായിട്ട് വേണം. ഒരു കൂട്ടർ പറയുന്നത് ഷോള് വേണമെന്നാണ്. പക്ഷെ ദർശനത്തിന് പോകുമ്പോൾ ചിലരൊക്കെ ഷോൾ ഇടാതെ വരുന്നതും കണ്ടിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കേണ്ട. ഇവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും പറയുന്നത് ഷോള് വേണം എന്ന് തന്നെയാണ്. അപ്പോൾ ഷോൾ ഇടാത്തവരാണ്, ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഷോളൊന്ന് കരുതുക. ഞാൻ വീട്ടിൽ എല്ലാ വർഷവും ഷോൾ എടുത്ത് വയ്ക്കും, കൊണ്ടുവരാനായിട്ട് മറക്കും. ഇപ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ നമ്മൾ ആ ബുക്കിംഗ് ചെയ്യാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു ഷോൾ വാങ്ങി വച്ചിരിക്കുകയാണ്. അതും മിക്കവാറും അമ്പലത്തിൽ പോകുന്ന സമയം മറക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും അമ്പലത്തിൽ പോകുന്ന വഴിക്കായിരിക്കും ഷോൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു വലിയ മറവി എനിക്കുണ്ട്. അപ്പം നിങ്ങളും ഷോളൊക്കെ കരുതുക അമ്പലത്തിൽ വരുമ്പോൾ. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടാണ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ അമ്പലത്തിൽ കയറിയത്. ഞാനെന്താ കരുതിയത്, ആന്ധ്രാപ്രദേശിലെ അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓരോന്ന് വരുന്ന കോലം കാണണം, അതിൻ്റെ മുകളിലൊരു മുണ്ടും കൂടെ എടുത്തിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഞാനും കരുതി അങ്ങനെയൊക്കെ ആയിരിക്കും ആന്ധ്രയിലും ഒന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കേരളം പോലെ തന്നെയാണ്. സ്ലീവ് വേണം, കേരളത്തിലും അത്രയും നിർബന്ധമില്ല, സ്ലീവ് വേണം, ഷോള് വേണം. ഇപ്പോൾ സ്ലീവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഷോള് മസ്റ്റായിട്ട് വേണം. ജെൻസിന് ഷർട്ട് ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സ്ലീവ്ലെസ് ഇടാം, പക്ഷെ അവർക്ക് അത്ര താല്പര്യമില്ല സ്ലീവ്ലെസ് ഇടുന്നതിനോട് അമ്പലത്തിൽ വരുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ദർശനത്തിന് പോകുമ്പോൾ കഴിവതും ചെരുപ്പിടാതെ പോവുക. നമ്മൾ ഇടുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ഇറക്കി വിടുന്നത്, വേറൊരു വഴിക്കായിരിക്കും. പിന്നെ ചെരുപ്പ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് റൂമിൽ എവിടെയെങ്കിലും ചപ്പലിട്ടിട്ട് പോവുക. മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റൂമിൽ വെച്ചിട്ട് തന്നെ പോവുക. ഒന്നും അങ്ങോട്ട് അലോ ചെയ്യില്ല. സ്മാർട്ട് വാച്ചസ് അങ്ങനെയുള്ള ഒന്നും അലോഡ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാക്സിമം റൂമിൽ വെച്ചിട്ട് പോവുക. ജസ്റ്റ് ഒരു പൗച്ച് എടുക്കുക, കുറച്ച് പൈസ അതിൽ കരുതിയിരിക്കുക, അത്ര മാത്രം മതി. ആധാറും കരുതുക. പിന്നെ വേണമെങ്കിൽ ഒരു കുഞ്ഞ് പാക്കറ്റ് ബിസ്ക്കറ്റോ വെള്ളമൊക്കെ വേണമെങ്കിലൊന്ന് കയ്യിൽ കരുതിയേക്കുക. അവരാരും ഒന്നും പറയത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു വയസ്സായ മകനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഒരു വയസ്സ് ആ ഒരു ഏജിലൊക്കെ വരുന്ന കുഞ്ഞു മക്കളെ മുട്ടയടിക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ ദർശനത്തിന് എന്തോ കിഴിവുണ്ട്. അതുപോലെ താഴെ നിന്ന് നടന്ന് കയറുന്നവർക്കാണെങ്കിലും ക്യൂവിലൊന്നും നിൽക്കാണ്ട് നേരെ ഡയറക്റ്റ് ദർശനത്തിന് പോവാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പോകുന്നവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമേ. കഴിഞ്ഞ വർഷം നമ്മൾ കാളഹസ്തി പോയപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നൊരു ഫാമിലി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയറായി വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കാളഹസ്തിയിൽ വെച്ച് കാണുകയും പരിചയപ്പെടുകയും അവരിങ്ങനെ പറയുകയും ചെയ്തു. കാറിൽ വരാനൊരു പേടി ഉണ്ടായിരുന്നു. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ട ശേഷം പേടി മാറി വന്നു. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ശ്രീകുട്ടി പറഞ്ഞ റൂട്ട് അനുസരിച്ചാണ് വന്നത് എന്ന് വരെ പറഞ്ഞായിരുന്നു കേട്ടോ. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ
പറഞ്ഞു തന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എനിക്കിവിടെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരും വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കേ. ഈ തിരുപ്പതി ഭഗവാൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ഭയങ്കര മെച്ചം ഉണ്ടാക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വാതുവയ്പ്പ് പോലെയാട്ടോ, എനിക്ക് 10 തന്നാലും ഞാൻ 5 തരാം എന്നുള്ള രീതിയിലാണ് അവിടെ വന്ന് ഭഗവാനോട് പറയാറ്. ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ ഈ അമ്പലം 24 hours വർക്കിംഗ് ആണ്. അതിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ എന്തോ മാത്രം രാത്രി സമയങ്ങളിൽ അടച്ചിടും. അത് ഭഗവാന് ഓരോ ദിവസവും കിട്ടിയ കണക്ക് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നമ്മൾ പറയണമെന്നൊരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് 24 മണിക്കൂറും തുറന്നിടുന്ന അമ്പലത്തിൽ ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ മാത്രം മൂടിയിടാറുണ്ട്, ലോക്ക് ചെയ്യാറുണ്ട്. കാരണം പുള്ളിക്കാരന് അന്നത്തെ ദിവസത്തെ കണക്ക് അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് എന്നും അദ്ദേഹത്തെ ആ കണക്ക് ബോധിപ്പിച്ചിട്ടാണ് അടുത്ത് വീണ്ടും നട തുറക്കുന്നത്. ഇതിലൊക്കെ ഞാനിപ്പോൾ ആദ്യം മുതൽ ഇവിടം വരെ പറഞ്ഞതിൽ ഉള്ള കാര്യങ്ങളും ഇനിയുള്ള കാര്യങ്ങളിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ ചില തെറ്റുകളുണ്ടാവാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ ഏത് പോലീസിനൊരു അബദ്ധം പറ്റില്ല. അതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചുകൊണ്ട് അതിനെ കമൻറ്റ് ബോക്സിൽ തിരുത്തുക. അങ്ങനെ നമ്മളിതേ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. വന്നപ്പോൾ ജസ്റ്റ് നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ നടവരെ ഒന്ന് പോയിട്ട് തിരിച്ച് ഇവിടെ 2 കുഞ്ഞമ്പലം ഉണ്ട് കേട്ടോ. ഒരു ദേവിയുടെയും ഒരു രാധാകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. 2 പേരെടുത്തും പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ശേഷമാണ് നമ്മൾ അന്നദാനത്തിന് പോകുന്നത്. അപ്പോൾ അന്നദാനത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ മോർണിംഗ് 8 AM to 10:30 AM ആണ്. അത് കഴിഞ്ഞിട്ട് 10:30 to 4 PM വരെയാണ് ലഞ്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് 5 to 10:30 PM വരെയാണ് ഡിന്നർ കൊടുക്കുന്നത്. ഈ 3 സമയങ്ങളിലാണ് ആഹാരം കൊടുക്കുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ ചെന്നാൽ നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നതായിരിക്കും 3 നേരവും. അപ്പോൾ സമയം ഞാൻ ഒന്നുകൂടി പറയാം. രാവിലെ 8 മണി തൊട്ട് 10:30 വരെ കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും, ഉച്ചയ്ക്ക് 10:30 മുതൽ 4 മണി വരെ ലഞ്ചും ഉണ്ടായിരിക്കുന്നതായിരിക്കാം. വീണ്ടും 5 മണി മുതൽ രാത്രി 10:30 മണി വരെയും ഡിന്നറും ഉണ്ടായിരിക്കുന്നതാവേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കണ്ണുടച്ച് ഉറങ്ങിയാണ് വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഫുൾ കട്ട് ചെയ്താണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. കോട്ടുവായിടുന്നുണ്ട്, തനിയെ ഉറങ്ങി വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. വേദയും ഏട്ടനൊക്കെ ഉറങ്ങി, ഞാൻ മാത്രമാണ് ഇതേ ഉറങ്ങാണ്ട് ഇങ്ങനെ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അധിക സമയം നാട്ടിൽ 9:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഏട്ടനെ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് എവിടെയോ നിർത്തിയിട്ടൊരു 1.5 മണിക്കൂർ ഏട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ മുന്നേയൊക്കെ മാക്സിമം സമയം ഇരിക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. കാറ്റ് അടിച്ചു തുടങ്ങുമ്പോഴേ ഞാൻ ഉറങ്ങും കേട്ടോ. ഉറങ്ങുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. ദൈവമേ, ഓട്ടോമാറ്റിക്കാണ്. കാരണം അതർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. മറ്റേ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് അല്ലേ മാനുവലാകുമ്പോൾ. ക്ലച്ച് മാറ്റുന്നു, ഗിയർ മാറ്റുന്നു, ചവിട്ടുന്നു, എടുക്കുന്നു. ഇത് ആക്സിലേറ്ററിലും ബ്രേക്കിലും മാത്രം കാല് വെച്ചുള്ള പരിപാടിയല്ലേ. ചിലപ്പോൾ ആക്സിലേറ്റർ ഇങ്ങനെ നമ്മളിപ്പോൾ ഹൈവേയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വേറെ വണ്ടികളൊന്നും കാണത്തില്ല കേട്ടോ. ആ ആക്സിലേറ്റർ തന്നെ കാലങ്ങനെ വച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വച്ചിരുന്നിരുന്നിരുന്നിരുന്ന് അങ്ങ് പെട്ടെന്ന് ഉറങ്ങിപ്പോകണമെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആവാം കേട്ടോ ഒരു പക്ഷേ അപകടങ്ങളുണ്ടാകുന്നത്. ഓട്ടോമാറ്റിക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് ചവിട്ടിയിരുന്നാൽ മാത്രം മതിയല്ലോ. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, ആരുമില്ല, സംസാരിക്കാതിരുന്ന് ചവിട്ടിയിരുന്ന് ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? ആ പേടിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. നമുക്കൊന്നും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര ലോങ് ഓടിക്കുന്ന എത്ര വലിയ പുലി ആയാലും ഒന്ന് ഉറങ്ങിപ്പോയാൽ പോയത് തന്നെയാണ്. അതിന് ആരെത്ര എന്ത് പറഞ്ഞാലും. ഞാൻ ഡേയും നൈറ്റും ഒക്കെ ഒരുമിച്ചെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലർ അഹങ്കാരത്തിൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അപകടം വിളിച്ചു വരുത്തുന്നത് അങ്ങനെയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ ഉറങ്ങാതെ ഇരുന്ന് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കണ്ണിന് സ്വാഭാവികമായിട്ട് ഉറക്കം വരും. നമ്മൾ ഉറങ്ങേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ഉറങ്ങുന്നത്. ഇപ്പം തന്നെ ഞാൻ വീഡിയോ വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിലും അറിയാതെ ഉറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യും. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ കേട്ട് നോക്കിയിട്ടാണ് ഇപ്പോൾ വോയിസ് ചെയ്യുന്നത്. കാരണം ഇന്നലത്തെ ഉറക്കത്തിൻ്റെത് എനിക്ക് നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അച്ഛനും മോളും കിടന്ന് ഉറങ്ങി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിഷമവും സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അന്നദാനം കഴിക്കാൻ പോവുകയാണ്. ജനലക്ഷങ്ങളാണ് ഇവിടെ തിരുപ്പതി ഭഗവാനെ കാണാനായിട്ട് വരുന്നത്. അവരിൽ 90% പേരും അന്നദാനം കഴിക്കാൻ വരും കേട്ടോ. എന്ത് കൂളായിട്ടാണ് കയറി പോകുന്നതെന്ന് നോക്കി. നമ്മൾ എപ്പോൾ എവിടെ ചെന്നാലും, എവിടെയല്ല ഈ അന്നദാന കൗണ്ടറിൻ്റെ അവിടെ ചെന്നാലും നമുക്ക് ഭക്ഷണം കിട്ടും. ബസ്സിൽ കയറിയിട്ട് എന്താണ് യെസ്, അന്നപ്രസാദ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ
നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവിടെ സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൻ്റെ പേരാണ് അന്നപ്രസാദ സ്റ്റോപ്പ്. അവിടെ വന്നിട്ട് ദേ ഇതുപോലെ ലൈനൊന്നും ഇല്ല, ചെറിയ ഒരു ഇതിൽ കൂടെ കയറി അങ്ങ് കയറുക. 3, 4, 5 നിലകളുണ്ട്. അതിലെവിടെ വേണോ നമുക്കിരുന്ന് സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാം. അധികം തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇഷ്ടം പോലെ വാരി വലിച്ച് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാം. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് അല്ലല്ലോ, അന്നപ്രസാദം ഹാള്. ഞാനേ ഈ പറഞ്ഞിട്ടുള്ളതിൽ എന്തേലും കാര്യങ്ങൾ ബോധമില്ലാതെ ബന്ധമില്ലാത്തത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി സോറി. ഞാൻ എൻ്റെ ഉറക്കത്തിൻ്റെ പിച്ചിലിരുന്ന് എങ്ങനെയൊക്കെയോ ചെയ്യുകയാണ്. പകുതി അങ്ങ് ഉറങ്ങിപ്പോവും, എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു, പകുതിയിൽ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ ഞാൻ പെട്ടെന്ന് ഉടനെ ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ വോയിസ് ഓവർ കേട്ട് നോക്കും. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാനിത് എന്ത് കുന്തമാണ് ഇപ്പോൾ പറഞ്ഞതെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്തിടും. അപ്പോൾ ഈ ഇതിൽ ഞാൻ എന്തെങ്കിലും പറയുന്നത് ബന്ധമില്ലാത്തതായിട്ട് തോന്നുവാണെങ്കിൽ വെരി സോറി. ഞാൻ ഉറക്കത്തിൻ്റെ ഇതിലിരുന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ വരുന്നതാട്ടോ. ദേ ഭക്ഷണശാലയിൽ കയറി. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ അന്നപ്രസാദം കഴിച്ചത് വൈകിട്ടത്തെ ഡിന്നറാണ് കഴിച്ചത്. ആ സെയിം മെനു തന്നെ കേട്ടോ. ചമ്മന്തിയും ഒരു തോരൻ പോലത്തെ ഒരു തീയലൂക്കോ പോലത്തെ ഒരു സാധനവും ഒരു പായസം ഉണ്ടായിരുന്നു. പിന്നെ അതേ ചോറെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ചോറിനോടൊപ്പം രസം ഉണ്ടാവും, മോരുണ്ടാവും, സാമ്പാറും ഉണ്ടാവും. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് പരിപ്പ് വട ഇവിടെ കിട്ടി കേട്ടോ. വേദ ഭയങ്കര സന്തോഷത്തിലാണ്. വേദ ഉച്ചയ്ക്കുള്ള സാമ്പാർ റൈസ് കഴിച്ചുവെങ്കിലും അവൾ അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടമായി, പക്ഷെ ഞാൻ പറഞ്ഞൊരു ചെറിയൊരു എരിവ് മുന്നിട്ട് നിന്നത് കൊണ്ട് അവളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ കഴിച്ചില്ല. വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ആ സ്ഥാനത്ത് ചിക്കൻ ആയിരുന്നെങ്കിൽ അവൾ കഴിച്ചാനേ. അത് സാമ്പാർ റൈസ് ആയതുകൊണ്ട് അവൾക്ക് എരിവെന്ന് പറഞ്ഞ് അവൾ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഒരു ദോശ കഴിച്ചു, അതിൽ കൂടുതൽ വേദമൊന്നും കഴിച്ചില്ല. ഈ ബോൺവിറ്റ കലക്കി കുടിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മളും വന്നിട്ട് പിന്നെ കിടന്നുറങ്ങി, എണീറ്റു വന്നു. വേറെ അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല, വേറെ എങ്ങോട്ടും പോയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വിശപ്പ് വേദയ്ക്കുണ്ട്, അതുകൊണ്ട് മിക്കവാറും കഴിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ നൂഡിൽസൊക്കെ കിട്ടുന്ന കടയുണ്ട്. ഉച്ചയ്ക്ക് അങ്ങനെ ആ കടയിൽ പോകാമെന്ന് കരുതിയിട്ട് നിന്നിട്ടാണ്, പിന്നെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഈ നമ്മുടെ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചത് കേട്ടോ. അത് അല്ലാതെ ഈ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെയാണ് അവരങ്ങനെ സേവായിട്ട് കൊടുക്കുന്നത്. അവിടെ ചെന്ന് വാങ്ങിക്കാം, ആർക്ക് വേണോ തരും കേട്ടോ. ആ പ്രസാദം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ തിരക്കായിരിക്കും. കാരണം അവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നവർ, കിടന്ന് എണീറ്റ് ഫ്രഷായി പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കിടന്ന് പോകാനായിട്ട് വരുന്നവർ കുറേ പേരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും കൂടെ വാങ്ങാനായിട്ട് ക്യൂ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും മറ്റേ ക്യൂ ആണ്. ഈ ഒരു ഹോളിൽ വന്ന് കഴിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം കിട്ടുകയും ചെയ്യും. നന്നായിട്ട് കഴിച്ചിട്ട് വയറ് നിറയെ കഴിച്ച് സന്തോഷത്തോടെ പോകാനും പറ്റും കേട്ടോ. ചോറ് വന്നു, ചോറിനോടൊപ്പം സാമ്പാർ വന്നു. സാമ്പാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു കായത്തിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രസം വന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഞാൻ ഈ വെള്ളയരി കഴിക്കുന്നതല്ല, പക്ഷെ ഭഗവാന്റെ പ്രസാദമായതുകൊണ്ടും കറികൾക്ക് രുചിയുള്ളത് കൊണ്ടും ഞാനത് കംപ്ലീറ്റ് കഴിച്ചു. പരിപ്പ് വടയും ഒക്കെ. പിന്നീട് വേദം മോരിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുറേശ്ശെ ചോറും കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മോരും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂട്ടി നല്ല രീതിയിൽ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോഴറിഞ്ഞില്ല കേട്ടോ. കഴിച്ചെണീറ്റിട്ട് എനിക്ക് നടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ വയ്യ. കാരണം അവർ ആദ്യം ഇടുന്ന ചോറ് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത് വേദയ്ക്കും ഒരുപാട് ഇട്ട് കേട്ടോ. വേദയ്ക്ക് വേണ്ടാതിരുന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് പ്രസാദം കിട്ടിയത് എനിക്ക് കളയുന്നത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഭക്ഷണം കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ വേദയെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഒരുപാട് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വേദയുടെ കാര്യം പറയണ്ടല്ലോ. വേദ കുറച്ച് ചോറ് ബാക്കി വെച്ചു. ബാക്കി കംപ്ലീറ്റ് ഞാനും ഏട്ടനും ഒക്കെ കഴിച്ചു. എല്ലാ കറികളും ഒക്കെ കൂട്ടി, പായസമൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു കേട്ടോ. ഓരോ ദിവസവും ഓരോ മെനു ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ സെയിം കറികളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ. എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നത് പരിപ്പ് വട മാത്രമാണ്. അതുപോലെ തന്നെ ഈ അന്നദാനം കഴിക്കുന്നിടത്ത് 3 പേർക്ക് കണക്കാക്കി വലിയൊരു മഗ്ഗിൽ അവർ വെള്ളം കൊണ്ടൊക്കെ വയ്ക്കും കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം കുടിക്കാനായിട്ട് വാഴയിലയിൽ തരും, പ്ലേറ്റിൽ തരും, പല പല ഇലകളിലൊക്കെ തരാറുണ്ട്. മറ്റേ താമര ഇലയില്ലേ, കഴിഞ്ഞാൽ അതുപോലത്തെ ഇലയിലാണ് കിട്ടിയത്. ആ താമര ഇലയാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല വലിയ ഇല 2-3 ഇങ്ങനെ തുന്നി ചേർത്തതുപോലത്തെ ഇലയൊക്കെയാണ് തന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലൊക്കെയാണ് കിട്ടുന്നത്. എന്തായാലും ഭക്ഷണം നല്ലതായിരുന്നു. പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി 100 ഇരട്ടി നല്ല ഭക്ഷണവും കാശും കൊടുക്കേണ്ട നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീണ്ടും മീട്ടാപ്പാനൊക്കെ ഇരിപ്പുണ്ട്. ഞാനതൊന്നും വാങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ല. പിന്നെ എനിക്ക് 1-2 സാധനങ്ങൾ, ഒന്ന് മെയിൻലി തിരുപ്പതി ഭഗവാന്റെ ഒരു സ്റ്റാച്ചു വാങ്ങണമെന്നുണ്ട്.
പിന്നെ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളും വാങ്ങാനുണ്ട്. വേദയ്ക്കും എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ വേദയ്ക്ക് കണ്ണിൽ കണ്ട സാധനങ്ങളൊന്നും ഇഷ്ടമായില്ല. ദേ ഇത് ആൾക്കാർ നമ്മുടെ അവിടെ വന്നിട്ട് പായ് വിരിച്ച് കിടക്കുന്ന സ്ഥലമാണ് ദേ ഇത്. ഞാൻ പറഞ്ഞില്ലേ, റൂം പോലും എടുക്കേണ്ട ആവശ്യമില്ല. എത്ര പേരാണ് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ജനലക്ഷങ്ങളാണ് വന്നിട്ട് പോകുന്നത്. അതിൽ വളരെ കുറച്ച് പേരായിരിക്കും 300 രൂപ ടിക്കറ്റ്, 500 രൂപ ടിക്കറ്റ് ഒക്കെ എടുത്ത് വരുന്നത്. 300 രൂപ ടിക്കറ്റിന് പോലും ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബാക്കി കൂടുതൽ പേരും ഈ ഫ്രീ ആയിട്ട് നടന്ന് കയറുന്ന ക്യൂവിൽ നിന്ന് പോകാനായിട്ട് വരുന്നവരാട്ടോ. സമ്മതിക്കണം. എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാനെ കാണാൻ അവർ വരുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കഷ്ടപ്പാടോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഹാപ്പി ആയിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇവിടങ്ങളിൽ എല്ലാ സ്ഥലവും കാണാൻ പറ്റി. ഇനി ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും കാണാൻ പറ്റില്ല. അതിന് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇനിയിപ്പോൾ എനിക്കൊരു തിരുപ്പതി ഭഗവാന്റെ സ്റ്റാച്ചു വാങ്ങിയേ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് നോക്കിയിട്ട് എനിക്കൊന്നും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടു ഒരു ഭഗവാനെ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ചിലത് നല്ല ഭംഗിയിലിരിപ്പുണ്ട്, അത് മറ്റേ ഫൈബറിൻ്റെയൊക്കെ കേട്ടോ. എനിക്കത് വാങ്ങുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. കുറച്ച് വെയിറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും, അത് നമ്മുടെ വിളക്ക് പോലത്തെ അല്ല. കാരണം വിളക്ക് പോലത്തെ ആ ഒരു മെറ്റീരിയലിൻ്റെ എനിക്ക് എൻ്റെ പേര് പറയാനറിയില്ല. ആ സാധനം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനോടല്ല, നമ്മൾ തിരുപ്പതി ഭഗവാനെ കാണുമ്പോൾ തന്നെ കറുപ്പ് ഒരു കുറി അടിച്ചിട്ട് ഷോളൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരിതാണ് നമ്മുടെ മനസ്സിലെ രൂപം. ആ ഒരു കറുപ്പ് സെയിം അന്വേഷിച്ച് നടന്നിട്ട് എല്ലാം ഫൈബറേ ഉള്ളൂ. എനിക്ക് ഫൈബറിലൊന്നും കാണാൻ നല്ല ഭംഗിയുണ്ട്, അത് എടുത്തിട്ടൊന്നും ഒരു ഓളം ഇല്ല കേട്ടോ. വാങ്ങുന്നപ്പോൾ പിന്നെ നല്ലത് വാങ്ങണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഈ ചവിട്ടി പിടിച്ചു. ഇവിടെയുള്ള ഒരു 10-15 കടകളോളം ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഫൈനലി എനിക്കൊരു ഭഗവാനെ ഇഷ്ടപ്പെട്ടു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഭഗവാനെ ഞാനിങ്ങ് നോക്കി എടുത്തു കേട്ടോ. പക്ഷേ അത്രയും വെയിറ്റൊന്നുമില്ല, എങ്കിലും തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനങ്ങനെ ആ ഒരു സ്റ്റാച്ചു എടുത്തു. ചിലർ പറയും വീട്ടിൽ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്ന്. നമ്മൾ വിഗ്രഹങ്ങൾ വെച്ചിട്ട് ആരാധിക്കുക ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ടൈമൊക്കെ വരുമ്പോൾ, ഇപ്പോൾ വിഷു ഒക്കെ വരുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ഒരുക്കി നമ്മൾ കണിയൊരുക്കും എന്നല്ലാതെ വേറെ വലിയ രീതിയിൽ ഭഗവാന്മാരുടെ ഫോട്ടോസൊക്കെ കാര്യങ്ങളോ വെച്ചിട്ട് ഞങ്ങൾ വിളക്ക് കത്തിക്കാറോ ഒന്നുമില്ല കേട്ടോ. അത് ചിലപ്പോൾ പണി കിട്ടിയാലായി, ഒരുപാട് ഭക്തി കൂടുമ്പോൾ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതിനെല്ലാം തേച്ച് മിനുക്കലും അതുപോലെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ലാതെ കൂടുതലൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിരുപ്പതി ഭഗവാനെ മുകളിൽ നിന്ന് കണ്ടൊന്ന് തൊഴുതു. നേരിട്ട് കണ്ടില്ല, മുകളിൽ നിന്ന് ജസ്റ്റ് കണ്ടൊന്ന് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു ഷോപ്പിങ്ങിന് പോവുകയാണ്. വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കണ്ടില്ല. ഏട്ടൻ കരുതി ഞാൻ വാങ്ങിക്കൊടുക്കാത്തതാണെന്ന്. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, അച്ഛൻ വാങ്ങിത്തരാം, എന്താ വേണ്ടതെന്ന് വെച്ച് പറ. പക്ഷേ ഇവിടെ ഒന്നും വേദ ഉദ്ദേശിക്കുന്ന സാധനങ്ങളില്ല. വേദ കുറച്ച് വലിയ കുട്ടിയായപ്പോൾ വേദ ടോയ്സും കാര്യങ്ങളൊക്കെ അതൊന്നും വേണ്ട വേദയ്ക്ക് വേറെ എന്തൊക്കെയോ വലിയ വലിയ ചിന്തകളാണ്. ആ വലിയ വലിയ ചിന്തകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ചീമയ്ക്കും അവൾക്കും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ അതിൻ്റെ കീ ചെയിൻ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇല്ല. അതുകൊണ്ട് ഭയങ്കര വിഷമത്തിൽ ആൾ വരികയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടി. അത് തേപ്പായിരുന്നു, എന്നെ അവർ വിലയിൽ പറ്റിച്ചു. ആ സെയിം സാധനം അപ്പുറത്തെ കടയിൽ ചോദിച്ചപ്പോൾ 300 രൂപയുള്ള കേട്ടോ. എനിക്ക് 400 രൂപയ്ക്കാണ് അവർ തന്നത്. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായൊരു സാധനം വാങ്ങിച്ചതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. നമ്മൾ ഭഗവാനെല്ലാം തൊഴുത് മുകളിലൊക്കെ നിന്ന് തൊഴുത് പതുക്കെ അങ്ങോട്ട് നടന്നതും മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും, മഴയെന്ന് വെച്ചാൽ ഭീകര മഴ, അടിപൊളി മഴ കേട്ടോ. നമ്മൾ അവിടെയൊക്കെ മഴയുണ്ടോ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തെ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അമ്മയൊന്നും വിളിച്ചിട്ട് ചോദിക്കാൻ പോയില്ല മഴയുണ്ടോ എന്നുള്ള കാര്യം, മറന്നുപോയി. മിക്കവാറും മഴയുണ്ടാകും. ഇവിടുത്തെ മഴ ഭീകര മഴയായിരുന്നു. ആദ്യം ഒരു സ്റ്റെപ്പ് മഴ പെയ്തു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു, മഴ പെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും ഈ സ്റ്റാച്ചു വാങ്ങാനായിട്ട് പോയി. സ്റ്റാച്ചു വാങ്ങിക്കൊണ്ട് നിന്നപ്പോഴേക്കും മഴയെല്ലാം മാറി. അപ്പോൾ സ്റ്റാച്ചു എല്ലാം വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങാൻ ശ്രമിച്ചിട്ടു. മഴയെന്ന് വെച്ചാൽ ഭീകര മഴ കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, അവിടെ കയറി അങ്ങനെ നിന്നു. വേദയുടെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടോയെന്ന് അവിടെയുള്ള കടകൾ, സകലമാന കടകൾ നോക്കി, അവിടെ എങ്ങും ഇല്ല കേട്ടോ. പിന്നെ വാങ്ങിയില്ല, അങ്ങനെ കുറേ സമയം തന്നെ നിന്നു. മഴ മാറാനായിട്ടേ കുടയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടും പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ കുറേ സമയം മഴ മാറുന്നത് വരെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ നിന്നപ്പോഴേക്കും ഒരു ബസ് വന്നു. ഈ ഫ്രീ ബസ് തന്നെയാണ്. അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ അങ്ങനെ ബ്ലോക്കായി കിടന്നു കേട്ടോ. അതിൽ ഞാനും ഏട്ടനും ഏതെങ്കിലും ഓടിച്ചൊന്ന് കയറിയിട്ട് നമ്മൾ ആ ഒരു
ഹോട്ടലിൻ്റെ പേരിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും നമ്മളവിടെ കൊണ്ടുവന്നാക്കി തന്നേ. നമ്മളേന്നല്ല ആര് ബസ്സിൽ കയറിയിട്ടും സ്റ്റോപ്പ് പറഞ്ഞില്ലെങ്കിലും അവർ അവിടെ നിർത്തും. അപ്പോൾ ആ സ്റ്റോപ്പ് പറയണേ നമുക്ക് അറിഞ്ഞൂടെങ്കിൽ അവരത് അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയാൽ മതി. നമുക്ക് പ്രാവശ്യം ഹോട്ടലിൻ്റെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് സ്റ്റോപ്പ് ഉള്ളത്. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അതിന് നിയർ ബൈ എവിടെയെങ്കിലും നിർത്തി തരും കേട്ടോ. ഇതാണ് ഞാൻ എടുത്ത എൻ്റെ തിരുപ്പതി ഭഗവാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു മെറ്റലിൽ വരുന്നതാണെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഒട്ടും വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതാണ്. ഇതും മെറ്റലിൽ വരുന്നതാണ്. എനിക്ക് ഇത്രയും ആഡംബരമുള്ള തിരുപ്പതി ഭഗവാനെ കാട്ടി ആ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന തിരുപ്പതി ഭഗവാനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ള തിരുപ്പതി ഭഗവാൻ വേണോ കുറച്ച് ഡിസൈനൊക്കെ ഉള്ള ഭഗവാനെ എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ വേദയ്ക്ക് ഒരേ നിർബന്ധം പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ബ്ലാക്ക് തിരുപ്പതി ഭഗവാനെ തന്നെ ഇങ്ങ് വാങ്ങി കേട്ടോ. എന്തായാലും ഈ വരവിൽ ആ ആഗ്രഹവും അങ്ങ് സാധിച്ചേട്ടോ. അടുത്ത വരവിൽ പറ്റുവാണേൽ താഴ്ന്ന സ്റ്റെപ്പ് കയറി വരണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. പറ്റുവാണേൽ മാത്രമാണ് കേട്ടോ, ഞാൻ അങ്ങനെ വലിയ നേർച്ചയായിട്ടൊന്നും നേർന്നിട്ടില്ല. പറ്റുവാണേൽ ഒന്ന് സ്റ്റെപ്പ് കയറി വരാനായിട്ടൊരാഗ്രഹം. എന്നെക്കൊണ്ട് പറ്റുമോയെന്നറിയില്ല. എത്ര സ്റ്റെപ്പാണ് നമ്മുടെ തിരുപ്പതിയിലുള്ളതെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കിയില്ല, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ എത്ര സ്റ്റെപ്പാണുള്ളത് എന്നുള്ളത്. പക്ഷേ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തൊക്കെ പതിയെ അത്രയും സ്റ്റെപ്പ് കയറി ഭഗവാനെ ഒന്ന് കാണാനായിട്ടൊരാഗ്രഹമുണ്ട്. ഏട്ടൻ ഇപ്രാവശ്യം ചോദിച്ചു താഴ്ന്ന സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ റൂമിന് പറഞ്ഞതുകൊണ്ട് പിന്നെ ആ ഒരു പ്ലാനങ്ങ് ചേഞ്ച് ചെയ്തിട്ടാണ് താഴ്ന്ന് തന്നെ പിന്നെ എന്തായാലും മുകളിൽ വന്നിട്ട് തന്നെ കാണാൻ. ഇനി താഴെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറ്റുവാണെങ്കിൽ താഴെ നിന്ന് നടന്ന് കയറാം എന്നുള്ളൊരിത്. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് താഴെ നിന്ന് നടന്ന് കയറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും എന്നെക്കൊണ്ട് നടന്ന് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നെക്കാട്ടി വയസ്സായവരും എന്നെക്കാട്ടി മടിയുള്ളവരും ഒക്കെ കയറുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്കും ഓഫ് കോഴ്സ് കയറാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനും. മാക്സിമം പറ്റുന്നിടത്തോളം കയറട്ടെ, നിന്നും കിടന്നും ഒക്കെ പതുക്കെ പോവാം. അത്യാവശ്യപ്പെടരുതെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അടുത്ത പ്രാവശ്യം നടന്നാണ് പോകുന്നതെങ്കിൽ. അങ്ങനെ ഇതേ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഒരു സ്റ്റെപ്പ് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ മഴ മാറി. വീണ്ടും അടുത്ത മഴയായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വണ്ടി നോക്കി നിന്നപ്പോഴേക്കാണ് ആ വണ്ടി വന്ന് നമ്മുടെ മുന്നിൽ ചാടിയത്. കുറച്ചൊക്കെ നനഞ്ഞു കേട്ടോ. പിന്നെ നനഞ്ഞാലും നമുക്കാർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. മഴ കൂടി പെയ്തപ്പോഴേക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റാണ്. ഈ ഉച്ച സമയത്തുള്ള വെയിലിൻ്റെ ഒരു ഇതുകൊണ്ടുള്ള ചൂട് മാത്രമേ തിരുപ്പതിയിലുള്ളൂ. പക്ഷേ ഈ മഴ കൂടി പെയ്തപ്പോൾ നല്ല തണുപ്പ്. ഇന്ന് പൊതുവേ നല്ലൊരു തണുത്ത ക്ലൈമറ്റായിരുന്നു. വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. മഴ കൂടി ആയപ്പോഴേക്കും സെറ്റായി കേട്ടോ. ഇത് നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോഴേക്കും നമ്മുടെ ഏരിയ വഴി പോകുന്ന ഈ ബസ് ഒരേ റൗണ്ടിന് ഇങ്ങനെ കറങ്ങി അവർ പോകും കേട്ടോ. നമുക്ക് എവിടെ പോകണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ബസ്സിൽ കയറാം. പക്ഷേ ഇപ്പോൾ കണ്ടക്ടർ ചേട്ടന്മാർ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ അറിഞ്ഞിട്ട് അടുത്ത ബസ്സിലൊക്കെ വാന്ന് പറഞ്ഞ് പതിയെ നമ്മളെ തള്ളി വിടാറുണ്ട്. അത് നമ്മൾ കാര്യമാക്കണ്ട കേട്ടോ, നമ്മളങ്ങ് ഇടിച്ച് കയറിയാൽ മതി. ഈ ബസ് തന്നെയാണ് കറങ്ങി അപ്പുറം സൈഡിലും വരുന്നത്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ കാഴ്ചകളും കഴിഞ്ഞു, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, അന്നദാനവും കഴിഞ്ഞു, ഏട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷവും കഴിഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടൻ്റെ ബർത്ത്ഡേ. നാളെ പറ്റുവാണെങ്കിൽ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പുള്ളിക്കാരെ സമ്മതിക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. എല്ലാവർക്കും തിരുപ്പതി വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും പോകുന്നവർക്ക് ഇതിലെല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടും. എനിക്കറിയാവുന്ന മാക്സിമം എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. എനിക്ക് റിപ്ലൈ അല്ലാണ്ട് ടൈപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കമൻറ്റിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.